സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമാ സിനിമ ചിരിമ. എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ഇന്ന് ചിരിയുടെ പുണ്യാളനാണ് നമുക്ക് ഭീമ സിനിമ ചിരുമയിൽ നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. പേര് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട താരം ജയസൂര്യ. സൈനത്തെ കിടക്കുന്ന റൂമിലേക്ക് ഞാൻ ചെന്നു. ഇക്ക ആ കട്ടിലയിൽ ആരാ ഇക്ക കിടക്കണേന്ന് ചോദിച്ചാ. അപ്പൊ സൈനക്ക് പറഞ്ഞു ആ കട്ടിലയിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കിടക്കും. അപ്പൊ ഈ കട്ടിലല്ല, ഈ കട്ടിലയിൽ ഇപ്പൊ ഞാൻ കിടക്കല്ലേ. ഇതാരാ കൂടെ? ഇത് ഭാര്യ. അപ്പൊ മറ്റേ ഭാര്യ ആരാ? ആ അത് നിന്റെ ഭാര്യയാണ്. ലെഫ്റ്റിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വില്ല കോമ്പൗണ്ട് ഉണ്ട്. എന്താ പേരാ ഉള്ളത്? ചീത്ത പേരാണ്, അതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല, ബോർഡൊന്നുമില്ല. നനഞ്ഞീറനോടെ നിൽക്കുന്ന വെഞ്ഞാറമ്മൂട് സരള എന്റെ കരളെ എന്നെ ബാ ബാ എന്ന് വിളിക്കുന്നു. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാൽ. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ആ ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേൻമഴയായിടും. ശബരിമലയിലുള്ള സന്നിധാനത്തിൽ എന്നും അങ്ങയുടെ പാട്ട് കേട്ടി നടയടയ്ക്കൂ. ബഹുമതി അനവധി നേടിയെടുത്തു, അങ്ങ് മധുരിക്കും ഗാനങ്ങളാൽ മനം നിറച്ചു. സർവമത ഗാനങ്ങളും പാടി സ്തുതിച്ചു, പിന്നെ സർവമത സ്നേഹത്തിനും അങ്ങ് ശ്രമിച്ചു. താടിയുള്ള നിൻമുഖത്തെ ദിവ്യ തേജസ്സും ശരീരത്തിനിന്നുമുള്ള നവ്യവോജസ്സും 1000 ആണ്ടുകൾ പിന്നിടുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നിടുന്നു. സത്യൻ മുതൽ ജയസൂര്യ വരെ അങ്ങ് പാടിയ പാട്ടിന് ചുവട് വച്ചു. നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ആ ലിറിക്സും ട്യൂണുമായിട്ട് അല്ലേ ബ്ലെൻഡിങ് ആണ്. എനിക്ക് തോന്നിയില്ലെന്നറിയാം, ലിറിക്സ് എഴുതുന്നതിനേക്കാൾ ഉപരി ലിറിക്സിൽ എങ്ങനെയൊക്കെ ഇത്രമാത്രം ഹ്യൂമറുകളൊക്കെ ഇതൊക്കെ നിറയ്ക്കാൻ പറ്റണേ. അതിപ്പോൾ നമ്മൾ 4 വരി പാട്ട് എഴുതുമ്പോൾ ആദ്യത്തെ 3 വരിയിൽ കോമഡി ഇല്ലെങ്കിൽ 4ാമത്തെ വരിയിൽ കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അത് ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ ഇപ്പം ഞാൻ ആ ഗുരുസ്ഥാനത്താണ്. ഇക്കായൊക്കെയാണ് ശരിക്കും. സൈനുക്ക പിന്നെ സിദ്ദിഖായൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമാശകൾ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ സിദ്ദിഖയുടെ ഞാൻ താമസിച്ചിരുന്ന വില്ല ഒരു കോമ്പൗണ്ടിൽ തൊട്ട് ഫ്രണ്ടിലെ വില്ലയിലിരുന്ന് സിദ്ദിഖ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് പടമായിരുന്നു? ബോഡി ഗാർഡിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ബോഡി ഗാർഡിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്താണ്. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയിട്ട് നമ്മളൊരു ശല്യമാകാത്ത തരത്തിൽ ആണെന്നൊക്കെ ഞാൻ ഒളിഞ്ഞൊക്കെ നോക്കിയിട്ട് ചെന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാനവിടെ നോക്കാറുണ്ട്. അപ്പോൾ ചെന്ന് ഞങ്ങൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കണം ഞങ്ങളുടെ ഈ വില്ലയിലേക്ക്. അപ്പം നമ്മൾ വില്ലയൊക്കെ വലിയ വില്ലയാണെന്നുള്ളത് നമ്മളിങ്ങനെ ഷൈൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഒരാൾക്ക് വീട്. ഹലോ, അവിടുന്ന് കല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോരുത്. റൈറ്റിലേക്ക് വേണ്ടി ലെഫ്റ്റിലേക്ക് വരണം. ലെഫ്റ്റിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വില്ല കോമ്പൗണ്ട് ഉണ്ട്. എന്താ പേരാ? ഇല്ല പേര് ഉള്ളത് ചീത്ത പേരാണ്, അതുകൊണ്ട് എഴുതി വെച്ചിട്ടില്ല, ബോർഡൊന്നും ഇല്ല.
അത് കറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഹ്യൂമർ. പിന്നെ സൈനുക്കയുടെ എന്താണ്, ഞാനൊരു ദിവസം ഞങ്ങൾ പണ്ട് മിമിക്രിക്ക്, അപ്പോൾ സൈനുക്ക, അബി, കെ.എസ്. പ്രസാദ്, അപ്പം ഞങ്ങൾ 4 പേര് അടങ്ങുന്ന അന്ന് ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സമയത്ത്, അപ്പം അത് ഞങ്ങൾ മിമിക്രിക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ സൈനുക്ക കിടക്കുന്ന റൂമിലേക്ക് ഞാൻ ചെന്നു. അപ്പോൾ സൈനുക്കയുടെ 2 കട്ടിലുണ്ട്. ഈ 2 കട്ടിലിൽ അപ്പുറത്തെ കട്ടിൽ ഫ്രീ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കിടക്കണം. അപ്പോൾ ഞാൻ സൈനുക്കയുടെ റൂമിലേക്ക് വന്നിട്ട്, അപ്പോൾ സൈനുക്ക മറ്റേ കട്ടിലിൽ കിടക്കുകയാണ്. ഫ്രീ ആയിട്ട് കിടക്കുന്ന കട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇക്ക ആ കട്ടിലിൽ ആരാ ഇക്ക കിടക്കണേന്ന് ചോദിച്ചാൽ, അപ്പോൾ സൈനുക്ക പറഞ്ഞു, ആ കട്ടിലിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കിടക്കും. അപ്പോൾ ഈ കട്ടിലിൽ ഇപ്പോൾ ഞാൻ കിടക്കല്ലേ? എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കൃത്യമായിട്ടുള്ളൊരു മറുപടി. അത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല. ഞാൻ പോരുകയും ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ ആലോചിച്ച അവിടെ ഈ പറഞ്ഞതിൻ്റെ, കാരണം കറക്റ്റായിട്ട് സ്പോട്ടിൽ കോമഡി പറയുന്ന ആ ഒരു സെൻസ്, അതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ് ഗുരുതാവ്. ഞാൻ കേട്ടിട്ടുണ്ട് സൈനിക്കയുടെ ഒരു സാധനം കേട്ടോ. അതായത് ഈ സൈനിക്കയും വൈഫും കൂടി നടന്നു വരിക. ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് പുള്ളിയുടെ പരിചയത്തിലെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും കൂടി നടന്നു വരുന്നു, ഒരു ക്ലോസാ. അപ്പോൾ സൈനിക്കും വൈഫും കൂടി നടന്നു വരുമ്പോഴത്തേക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് മറ്റേ പുള്ളി, ആ സൈനം അങ്ങോട്ട് പോകണം, ആ ഞാൻ ഒന്ന് ഇവിടം വരെ, ആ ഇതാരാ കൂടെ, ഇത് ഭാര്യ, അപ്പം മറ്റേ ഭാര്യ ആരാ, അന്ന് കണ്ട ഭാര്യ, ആ അത് നിന്റെ ഭാര്യയാന്ന്. അന്ന് കൂടെ കണ്ട അതെല്ലാവരും പറയുന്ന കൗണ്ടറല്ല, നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ, കളിയാക്കിയതാ. നമ്മളൊക്കെ ചമ്മിക്കും കറക്റ്റ്. സൈനുക്ക് അത് കൃത്യമായിട്ട് അല്ല, അങ്ങനത്തെ ഒരുപാട് പറഞ്ഞ സിദ്ദിഖാണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ പറയും. അത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒക്കെ ഒരു രസം അതായിരുന്നു. ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴിങ്ങനെ തമാശകൾ. ഇന്ന് നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പ്രശ്നം അതാണ്. കാരണം സെറ്റുകളിൽ ഇങ്ങനത്തെ ഇവിടുത്തെ തമാശകൾ തന്നെയാണ് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നല്ല തമാശ പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. ദിലീപ് നല്ല തമാശ പറയും, ജയസൂര്യ നല്ല തമാശ പറയും, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ കൂട്ടായ്മകളില്ല. പിന്നെ തമാശയ്ക്ക് വേറൊരു ഗുണമുണ്ട്. തമാശ പറയുമ്പോൾ ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ ഇഷ്ടക്കേടുകളൊക്കെ അങ്ങ് മാറി ആ തമാശ അതങ്ങ് സെറ്റിലായി പോയിക്കോളും. ഒരാൾക്കൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഒരു തമാശയിൽ കൂടി അതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഇയാളുടെ ഉള്ളിലെ ദേഷ്യവും തീർന്നു, മറ്റേയാളുടെ ഒരു തമാശ ആയതുകൊണ്ട് അയാൾ അത് കാര്യമായിട്ട് എടുക്കുകയില്ല. ഈ ലാലേട്ടനല്ലേ, ഇപ്പൊ സിദ്ദിഖ് ലാലേട്ടൻ നമ്മുടെ മിമിക്രി ലാലേട്ടൻ ഒരു നമ്മളെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ അവാർഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ടൻ ഈ ഓസ്കാർ അവാർഡ് അതിൻ്റെ തലേ ദിവസം ഏറ്റവും മോശം നടനും മോശം നടിക്കും മോശം സംവിധായകനൊക്കെ ഉള്ള ഒരു അവാർഡ് വേറെ സ്ഥലത്ത് കൊടുക്കുന്നുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലം കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ നമ്മുടെ അവാർഡ് ഫംഗ്ഷന് തലേ ദിവസം അങ്ങനെ ഒരു ചടങ്ങ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ലാലേട്ടൻ എൻ്റെ അടുത്ത് വയ്ക്കുന്നു, ഓ അതിപ്പോൾ നിനക്ക് ഇനിയിപ്പോൾ ഒരു അവാർഡ് തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു ചടങ്ങ്, നിനക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംഘടിപ്പിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ വളരെ എന്താ പറയുക, പെട്ടെന്ന് ലാൽ തമാശ പറയും. ഇപ്പോൾ ചില തമാശകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കും, പക്ഷെ ലാലിന് അങ്ങനെ നോട്ടമില്ല. ലാൽ അടിച്ചു കളയും. ഞാൻ പറയും, താനാ പറയണ്ടായിരുന്നു ആ തമാശ അവിടെ അല്ലാതെ പിന്നെ എപ്പോഴാണ് പറയാതെ. നിങ്ങളുടെ സ്ക്രിപ്റ്റിംഗ് സമയത്തും ഇതുപോലെ തന്നെ തമാശകൾ ഡയലോഗുകളൊക്കെ പറഞ്ഞൊക്കെ തന്നെ ഉണ്ടാക്കും. ആദ്യം ഒരു ബേസ് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഞങ്ങളാണ് ആദ്യം ചിരിച്ച് ആസ്വദിച്ചിട്ടാണ് പിന്നെ അത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണോ നിങ്ങളുടെ പടത്തിന് 1 വർഷം ഞങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നത്? അത് മടിയാണ് മെയിനായിട്ട്. അത് ഒരു കഥ കഴിഞ്ഞ് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സുഖമാണ്. കാരണം ഇനി ഒരു സിനിമ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ. ഞാനൊക്കെ 10 കൊല്ലമായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അടുത്ത കഥ ഉണ്ടാക്കി കൊണ്ടുവരണം, അതിന് സംഭാഷണങ്ങൾ എഴുതി ഉണ്ടാക്കി അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ളൊരു സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ പേടിച്ചിട്ടാണ് നമ്മളെപ്പോഴും മാറി നിൽക്കുന്നത്. പിന്നെ പലപ്പോഴും നമ്മുടെ സിനിമകളിൽ ഈ ഡയലോഗുകൾ ആർട്ടിസ്റ്റുകൾ ഇമ്പ്രൂവൈസ് ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും പലപ്പോഴും. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റാംജി റാവു കഴിഞ്ഞപ്പോൾ പലരും ഇന്നസെൻ്റ് ഏട്ടനോട് ചോദിച്ചു, ചേട്ടൻ തന്നെ പറഞ്ഞ ഡയലോഗുകളല്ലേ ആ സിനിമയിലെ? അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലകുലിക്കിയത്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഡയലോഗൊക്കെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട ഡയലോഗല്ലേ എന്ന്. ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ നാച്ചുറലാണ്. അവിടെ ഒരു എഴുതി വെച്ച ഡയലോഗ് പോലെ തോന്നില്ല അല്ലേ? അപ്പം നിങ്ങൾ തന്നെ അത് പ്ലേ ചെയ്ത് നോക്കുക. അല്ല പറയുമല്ലോ, നമ്മളൊക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഈ മീറ്റർ കറക്റ്റ് ആയിരിക്കും. അവരിങ്ങനെ പറഞ്ഞാലാണ് ഏറ്റവും നന്നാവുക
എന്ന് ഒരു ഈ ഹ്യൂമറിന് മാത്രം ഒരളവുണ്ട്. ആ അളവ് കൃത്യമല്ലെങ്കിൽ അതിൻ്റെ പഞ്ച് കിട്ടില്ല. ഒരു ചില ടൈമാണ് ആ ടൈമിങ്. ഇപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഈ സീരിയസ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കുഞ്ഞു ബ്രീത്തിങ് ഗ്യാപ്പിലാണ് ആ ഡയലോഗ് വന്നത്. അപ്പം ആ ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇതിന് തമാശയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ മിമിക്രി എന്ന് പറയുന്ന എക്സ്പീരിയൻസ്. അത് നിങ്ങൾക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങളത് എഴുത്തുകാരായിട്ട് മാറിയപ്പോൾ നമ്മളതിനകത്ത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇക്ക വേറെ ഉണ്ട്. ഏറ്റവും നല്ല കോമഡി എനിക്ക് സാധാരണ വരുന്നത് നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ്. നമുക്ക് ഈഗോയിൽ ഇപ്പം എനിക്ക് ജയനെ കളിയാക്കിയാലും ഇപ്പോൾ അബീനെ കളിയാക്കിയാലും ദിലീപിനെ ഒരുമിച്ച് നിന്ന് അതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ അവർ എടുക്കുള്ളൂ. അല്ലാണ്ട് ഇവരുടെ സീനിയോറിറ്റി അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പൊസിഷനോ നോക്കിയിട്ട് അതിന് ഈഗോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടീമല്ല. അങ്ങനെയുള്ള അപ്പോഴാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറയാനുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ പേടി ഉണ്ടാവും, പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും. വിചാരിക്കും. മറ്റേത് അതില്ലല്ലോ, ഇൻഹിബിഷൻസ് ഇല്ല. ഇപ്പോൾ ലാലും ഞാനും തമ്മിൽ എപ്പോഴും നല്ല തമാശ. ഞങ്ങൾ എന്നെ കളിയാക്കും, ഞാൻ അങ്ങോട്ട് കളിയാക്കും, ഞങ്ങൾ ടീമായിരിക്കുമ്പോൾ. അപ്പോൾ അത് തന്നെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഭയങ്കര രസമാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു ഒരു തമാശ എന്നെ കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഞാൻ അങ്ങോട്ട് അടിച്ചിരിക്കും, അതിൻ്റെ അപ്പുറത്തെ തമാശ ലാലും ഇങ്ങോട്ട് അടിച്ചു. അവസാനം ഒരു വലിയ തമാശ വരുമ്പോൾ തോക്കുന്ന ആൾ കൈവെക്കും, ഓക്കെ ഇനി കാരണം അവിടെ നിന്ന് പോയാൽ പിന്നെ പരിധി വിടുമെന്ന് അറിയാം, അപ്പോൾ ഉടനെ കൈവെക്കും. പക്ഷെ ഇപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് വന്നതിന് ശേഷം അങ്ങനെ പരസ്പരം കളിയാക്കലില്ല. കാരണം ഒരു ഗ്യാപ്പ് വരുമ്പോൾ ഈ പറയുന്ന ഈ സൗഹൃദത്തിന് ഒരു അകൽച്ച വരുമല്ല. സുഹൃത്ത് ബന്ധം കൊണ്ടും ഒക്കെ ഉണ്ട്, എങ്കിലും കളിയാക്കുന്ന തരത്തിലുള്ള ശനി ഉടൻ കളിയാക്കൽ തുടങ്ങാൻ പോവല്ലേ. വീണ്ടും വേണ്ടിയിട്ടാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. ഏതായാലും നിങ്ങളും നിങ്ങളുടെ അടുത്ത സിനിമ അല്ലേ, എന്നാണ് നിങ്ങൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്? ഏപ്രിൽ 1-ാം തീയതി. ഏപ്രിൽ 6-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഏപ്രിൽ 1-ാം തീയതി വേണ്ട, ഇല്ല ഏപ്രിൽ പറ്റിക്കണം. അതെ, വിളിച്ചു കഴിഞ്ഞാൽ ജയനൊക്കെ പറയും വെറുതെ പറഞ്ഞാൽ പറയും. ഇപ്പോൾ ഏപ്രിൽ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈസ്റ്ററാണ് ഏപ്രിൽ 5-ാം തീയതി. അത് അവരുടെ ഗ്യാപ്പിന് എല്ലാവരും പോകുമ്പോൾ അത് കഴിഞ്ഞ് ഏപ്രിൽ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ ഏപ്രിൽ 6-ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ. എന്തായാലും ആ ഒരു സിനിമയ്ക്ക് ഒരു വലിയ വിജയത്തിന് ജയസൂര്യ, പിന്നെ രാജു ഉണ്ട്, പിന്നെ ഇന്ദ്രജിത്ത് ഉണ്ട്. 3 പേർക്കും അവർ 2 പേരും ഇവിടെ ഇല്ലെങ്കിലും ജയസൂര്യ അതിൻ്റെ താരങ്ങളുടെ പ്രതിനിധിയായി ജയസൂര്യയ്ക്കും അതുപോലെ മലയാള സിനിമയിലേക്ക് സംവിധായകന്റെ മേലങ്കി അണിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട നാദർഷിക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. സിനിമാ ചിരിമയുടെ എൻ്റെ പേഴ്സണൽ. ഇനി നമുക്ക് ജയസൂര്യയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? പിന്നെ നമ്മൾ പടത്തിൽ പാടണ്ടല്ലേ? ആണോ? അപ്പൊ അത് ശരിയാവണമെന്ന് ഇപ്പോഴും ശ്രദ്ധിക്കേ. പിന്നെ പാടാം. ഇതിന്റെ പ്രൊഡ്യൂസർ ജയസൂര്യാണോ? അല്ല, അതല്ലേ പ്രശ്നം. ഇതിന്റെ പ്രൊഡ്യൂസർ ഒരു ഡോക്ടർ സക്കറിയ തോമസ്, നമ്മുടെ അമേരിക്കയിലെ ഡോക്ടർ സക്കറിയ തോമസും ആൽവിൻ ആന്റണിയാണ്. പിന്നെ ഡോക്ടർ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടോ? ഹോസ്പിറ്റല് യുഎസിലെ ഡോക്ടറാണ്. പിന്നെ കുഴപ്പമില്ല, അങ്ങോട്ട് തന്നെ പോവാം. തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലിൻ നിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലിൻ നിലകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. നന്നായി പാടി. ഡബിൾ വോയിസിൽ അല്ലേ? നേരത്തെ പറഞ്ഞത് ശരിയാണ്. മിമിക്രി കാലഘട്ടത്തിലല്ല ഇപ്പോൾ ജയസൂര്യക്ക് ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള ഒരു പെർഫോമൻസിന് ചാൻസ് കിട്ടുന്നത് അതിനുശേഷമാണ്. അതെ, മിമിക്രി ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചാൻസ് കിട്ടണ്ടേ? നിൽക്കല്ലേ ഇങ്ങനെ അവന്മാരൊക്കെ തള്ളി കഴിച്ച് എങ്ങനെ പറയാം? എന്ന് വെച്ചാൽ സീനിയേഴ്സിന്റെ കൂടെ അല്ലേ വർക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് എന്നിട്ട് നമുക്ക് അവരുടെ കൂടെ ഒക്കെ നിൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഞാനിത് പാടും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ജയൻ സിനിമയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ മിമിക്രിയിൽ വന്നതിന് ശേഷം ഇപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറേ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ശബ്ദാനുകരണം. അല്ലെങ്കിൽ ഞാൻ മിമിക്രി ഇന്നിപ്പോൾ സിനിമയിലെത്തി, ഇനിയിപ്പോൾ എനിക്ക് വേറെ ശബ്ദമൊന്നും പഠിക്കേണ്ട കാര്യമില്ലാത്ത ആളാണ്, എന്നിട്ട് പോലും അത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അത് സ്റ്റേജിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിക്കുന്ന ഒരു പ്രോഗ്രാമിന് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായ ഒരു സിഗ്നേച്ചർ അവിടെ വേണം എന്ന് തോന്നുന്നു. അത് ഇപ്പോൾ സിനിമയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഏത് കാര്യത്തിലും ജയൻ്റെ കാര്യത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്.
വളരെ ഹാർഡ് വർക്ക് ചെയ്യും അല്ലേ? അതെ, hard work. ഇപ്പോൾ ഒരു പാട്ട് പാടണമെങ്കിൽ തന്നെ അത് പഠിക്കുകയും അതിനുവേണ്ടി ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ജയസൂര്യ. ഞാനിത് പറയുന്നത് അടുത്ത പടത്തിൽ പഠിക്കാൻ വേണ്ടി കൂടിയാണ് കേട്ടോ. അതൊക്കെ ഈ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് താടിയിലും മുടിയിലൊക്കെ ഡിസൈൻ ചെയ്തിരുന്ന ഇത് ഒന്നും ഇല്ലാത്ത പോലെ നമുക്ക് ആടുജീവിതം സ്റ്റൈൽ. അതല്ല ഞാൻ പറഞ്ഞ ഓരോ പടത്തിലും ഒരു പടത്തിൽ കാണുന്ന രൂപമല്ല. ശരിക്കും മലയാളത്തിൽ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്നത് എനിക്ക് മുഖത്ത് അല്ലേ, മുഖത്തൊന്നും വരാത്തോണ്ടാണ് ഇവിടെ അഭിനയെങ്കിലും അങ്ങനല്ല മാറിയിരിക്കണ്ടേ. അല്ല, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു ചേഞ്ച്. ഇപ്പം നമ്മളെ പടത്തിലാണെങ്കിലും ഞാൻ ജയൻ്റെ അടുത്ത് പറഞ്ഞ കഥാപാത്രം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ അതിന് എന്തൊക്കെ രൂപത്തിൽ ഏതൊക്കെ ഒരു ചേഞ്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കാം. അല്ല, വേറെ ഒന്നുമല്ലേ, അത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. കാരണം ഒന്നാമത്തെ കാര്യം അയാളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആദ്യം തന്നെ. അത് നമുക്ക് സ്വയം വിശ്വസിക്കാൻ, അല്ലാതെ ഒരു കഥാപാത്രം കൂടി എന്നാൽ പിന്നെ എന്തെങ്കിലും രൂപമാറ്റം ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എല്ലാ സിനിമകളും ചെയ്യുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം കൺവിൻസിംഗ് പ്രേക്ഷകന് നമുക്ക് സ്വയം ഇയാള് കാണുമ്പോൾ ഞാനല്ല ഇത് വേറൊരാളാണെന്ന് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ശരിക്കും പരകായ പ്രവേശമാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് മറ്റൊരാളാണ് എന്ന് നമുക്ക് തോന്നണം, അയാളെയാണ് നമ്മൾ ഇതിനകത്ത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ എല്ലാ സിനിമയും അതൊക്കെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കനൊക്കെ തന്നെയാണ് നമ്മൾ നമിക്കേണ്ടത്. കാരണം അദ്ദേഹം ഇത്തരം സിനിമകൾ ചെയ്തു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഈവൻ മുന്നറിയിപ്പാണെന്നുണ്ടെങ്കിലും എല്ലാം ഡിഫറെന്റ് അല്ലേ. അദ്ദേഹത്തിന് എല്ലാ സിനിമകളും നിരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോൾ പുള്ളി ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഒന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേകമെങ്കിലും നീട്ടി കൊടുക്കും. അപ്പൊ എന്തെങ്കിലും ഒരു വ്യത്യാസം എനിക്ക് വരുത്തണം. ഇക്ക പറഞ്ഞ ഒരു ഡയലോഗ് ശരിക്കും ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കേണ്ടത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഏത് റൈറ്റേഴ്സ് എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റും നമ്മൾ നമ്മളുടേതായ സ്ലാങ്ങിൽ തിരുത്താൻ നോക്കാതെ, ഇപ്പോൾ എനിക്ക് സൗകര്യമുള്ള ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ റൈറ്റർ ഇപ്പോൾ ഒരു തൃശ്ശൂർക്കാരനെ എഴുതി വെച്ചാൽ അയാളുടെ സ്ലാങ്ങിൽ അല്ലെങ്കിൽ വേറെ ഇതിൽ എഴുതി വെക്കുന്നത് എനിക്ക് സൗകര്യമുള്ള പോലെ എനിക്ക് വേണ്ടി പറയാം. പക്ഷെ അങ്ങനെ പറയാതെ അതിന് ആ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതും ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് കിട്ടും. നമ്മളുടെ ഒരു സ്റ്റൈലിലേക്ക് ഇതെല്ലാം കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് റിപ്പീറ്റേഷൻ, പ്രേക്ഷകന് ഈ മടുപ്പ് വരിക. വേറൊരാളുടെ ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ അടുത്ത പടത്തിൽ വേറൊരാളാണ് എഴുതുന്നത്, വേറൊരു ഡയറക്ടറാണ്, വേറൊരു സ്റ്റൈലാണ്. അതിലേക്ക് നമ്മൾ മാറുമ്പോൾ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് മമ്മൂക്കയ്ക്കും ലാലിനും ഒക്കെ ഇത്രയും ഡിഫറൻസ് കൊടുക്കുക. അവരൊന്നും ഒരിക്കലും ഇതിനെ അവരുടെ ഒരു ചട്ടക്കൂട്ടിലേക്ക് ഒതുക്കില്ല. അവർ ആ കഥാപാത്രത്തിലേക്ക് മാറാനാണ് അവർ ശ്രമിക്കുന്നത്. അതൊരു ആക്ടർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ നോക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി അയാളാകാനാണ് ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെ ഇരിക്കും. കാരണം നമ്മൾ എപ്പോഴും പറയുന്ന ഭാഷാക്കാര്യം നമ്മുടെ ഒരു സ്ലാങ് ഉണ്ടാവും. അതെ, നമ്മൾ പോസ് ചെയ്യുന്നതും നമ്മൾ ഇത് ചെയ്യുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാനിതൊക്കെ പഠിച്ചു വന്നപ്പോഴൊക്കെ എന്നെ കൊണ്ട് നിർത്തിച്ച ആൾക്കാർ അതാണ് പറ്റിപ്പോയത്. ഞാനിതൊക്കെ പഠിച്ച് ഇനി അങ്ങനെ ചെയ്യാന്ന് വെച്ചപ്പോഴും വേണ്ട മോനെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഡയറക്ടർ ആകുമ്പോലെ അല്ല, അഭിനയം എങ്ങനെയാണ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. പുറത്തു നിന്ന് നമുക്ക് അഭിനയിക്കാം, നമുക്ക് കരയിൽ നിന്ന് നീന്തൽ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളുടെ തെറ്റുകൾ നമുക്ക് തന്നെ തിരുത്താൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ ജയസൂര്യ ഡബ്ബിങ്ങിന് ചെന്ന് നിൽക്കുമ്പോൾ ജയസൂര്യക്ക് മനസ്സിലാവും, ഞാൻ ഇത്രയും എക്സ്പ്രഷൻ കൊടുക്കേണ്ടിയിരുന്നില്ല അല്ലേ. ഇതിൻ്റെ ഒരു വലിപ്പം, ക്ലോസ്, അല്ലെങ്കിൽ ആ ഫ്രെയിം കമ്പോസ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഞാൻ ഇത്രയും പറയേണ്ടായിരുന്നു, ഇത്രയും ഇമോഷൻ ഞാൻ കൊടുക്കേണ്ടായിരുന്നു, ഇത്തിരി ഓവറായി പോയില്ലേ എന്ന് തോന്നും. ചിലയിടത്ത് തോന്നും, അയ്യോ ഞാൻ ഈ സീക്വൻസ് അനുസരിച്ചിട്ടുള്ളൊരു ഇമോഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മളെ തന്നെ കണ്ട് നമ്മളുടെ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടിട്ട് അടുത്ത പടത്തിൽ ഇത് ഇങ്ങനെ വരാൻ പാടില്ല അത് നമ്മൾ കരുതി. ഓരോ പഠനവും ഓരോ സിനിമയിലും ഉണ്ടാവും. പൊട്ടുന്ന സിനിമയിലും ഉണ്ടാവും, ഓടുന്ന സിനിമയിലും ഉണ്ടാവും. പൊട്ടുന്ന സിനിമയിൽ ഇനി ഇത്തരം അബദ്ധങ്ങൾ പറ്റരുത് എന്ന് നമ്മൾ പഠിക്കും. ഓടുന്ന സിനിമയിൽ ഇത് ഓടിയ, അതുകൊണ്ട് തന്നെ ഇതേപോലെ ഇനി ഇമ്മീഡിയറ്റ് ചെയ്യരുത്, ചെയ്താൽ നമ്മളെ മുദ്രകുത്തും, സ്റ്റാമ്പ് ചെയ്യും എന്ന് പറയുന്ന പഠനം എപ്പോഴും നമ്മുടെ കൂടെ വേണം. അത് ആക്ടർക്ക് മാത്രമല്ല, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മമ്മൂക്കയ്ക്കും ലാലിനും ഒക്കെ ഉള്ള പ്ലസ് പോയിന്റ് അതാണ്. അവർ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ കണ്ട ലാലല്ലല്ലോ ഇപ്പോൾ. സിനിമയോടൊപ്പം വന്നിരിക്കുന്നു. സിനിമയ്ക്ക് മുൻപേണ് അവർ നടക്കുന്നത് അല്ലേ. ഈ ഇപ്പോഴത്തെ തലമുറ പോലും അവർക്കൊരു പ്രശ്നമല്ലാതാവുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം തന്നെയാണ് സിനിമ. മമ്മൂക്കയും ഒക്കെ നമ്മുടെ ഏതാണ് കുഞ്ഞിക്കോൻ എന്ന് പറഞ്ഞ പടം ചെയ്തതിന് ശേഷം ആ കഥാപാത്രത്തെ അഴിച്ചു വെച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞ് ദിലീപ് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരാനായിട്ട് കുഞ്ഞിക്കൂനെ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഉണ്ടാവില്ലോ എന്ന് വെച്ചിട്ട് ഭയങ്കര സങ്കടം തോന്നിയെന്ന് പറഞ്ഞു. അങ്ങനെ ജയസൂര്യക്ക് ഏതെങ്കിലും കഥാപാത്രം ഇതുവരെ ചെയ്തപ്പോൾ ഈ പുണ്യാളം ചെയ്തപ്പോൾ ആ കഥാപാത്രം
ആ ക്യാരക്ടർ ആയിട്ട് കുറേ ദിവസം ജീവിച്ചിട്ട് പിന്നെ മാറിയപ്പോൾ അങ്ങനെ അത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മിക്ക സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും ഒന്നും കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നും തോന്നാറുണ്ട്. അതെന്ന് വെച്ചാൽ കഥാപാത്രം അത്രമാത്രം സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടെങ്കിലും കോക്ടെയിൽ ആണെങ്കിലും പുണ്യാളനാണെങ്കിലും ഈവൻ മങ്കിപ്പൻ ആണെങ്കിലും ഇപ്പോൾ യുവിൻ്റെ പുസ്തകമാണെങ്കിലും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഇനി നാളെ മുതൽ അയാൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷേ അയാൾ വീണ്ടും ജനിക്കും ഡബിങ് തിയേറ്ററിൽ. ഒരു ആക്ടർ എപ്പോഴും 2 തവണ അഭിനയിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ഡബിങ് തിയേറ്ററിലും, ഒന്ന് ക്യാമറയ്ക്ക് മുമ്പിലും, ഒന്ന് ഡബിങ് തിയേറ്ററിലും. അപ്പോഴത്തേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഫുൾ ഭയങ്കര തലവേദനയായിരുന്നു ആ സമയത്ത്. ഭയങ്കര എന്താണെന്നറിയില്ല, എന്നെ കൊണ്ട് ഡയറക്ടർക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ വരും അല്ലെങ്കിൽ ഇവിടുന്ന്. കാരണം മെലിഞ്ഞ് ഇങ്ങനെയാണല്ലോ ഇരിക്കണേ, പിന്നെ ഭക്ഷണമില്ല ഒന്നുമില്ല, ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഫുൾ തലവേദനയാണ് അയാൾക്ക്. അപ്പോൾ അതെനിക്ക് ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇത് ഡബ്ബിങ് സമയത്ത് കുറേ 3-4 മാസം കഴിഞ്ഞ് ഡബ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെയും ഈ തലവേദന വന്നിരുന്നു. അപ്പോൾ ഞാനൊരു സാധനം ഇങ്ങനെ സീക്വൻസ് ഇങ്ങനെ ഡബ് ചെയ്ത് ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞു, ജയ അത് പിന്നെ ഡബ് ചെയ്യാം എന്ന് വെച്ചാൽ എന്ത് പറ്റിയാൽ മറ്റേ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന അതേ ഫീല് ഡയറക്ടർക്കും അവിടെ ഇരുന്ന് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അത്രയേറെ ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെ. അപ്പോൾ അത് ഈ കയ്യടി രാംദാസിനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ നമുക്ക് ഇനി നാദിർഷയുടെ ഒരു പാട്ട് അല്ല, ഞാൻ വേറെ ഞാൻ ഇപ്പം കുറേ സ്റ്റേജിൽ നമ്മുടെ ഒരു സീസണിലെ ഹിറ്റുകൾ പാടണമല്ലോ. അപ്പോൾ കഴിഞ്ഞ സീസണിലെ ഹിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഫസ്റ്റ് സോങ് കഴിഞ്ഞാൽ സെക്കൻഡ് സോങ് ആയിട്ട് പാടുന്നത് ജയൻ പാടിയ പാട്ടാണ്. ജയസൂര്യ പാടിയ പാട്ടാണ് ഞാൻ പാടിയത്. ആശിച്ചവൻ ആകാശത്തുനിന്ന് ഒരു ആനയെ കിട്ടി എന്ന്. ശരിക്കും അത് ജയസൂര്യ ഒരുപാട് ആശിച്ചു നടന്ന ആളാണ് സിനിമയിൽ, അല്ലേ? സിനിമയിലൊരു വേഷത്തിന് വേണ്ടി ആശിച്ചു നടന്ന ആ ജയസൂര്യക്ക് ശരിക്കും ആനയെ തന്നെ കിട്ടി. മലയാളത്തിലെ ഒരു സ്റ്റാർ പദവിയിലേക്ക് ജയസൂര്യ വളരെ പെട്ടെന്ന് നടന്നു കയറി, അല്ലേ? മിമിക്രിയിൽ ഒരുപാട് കാലം ഒന്നും ഉണ്ടായില്ല, 2-2.5 വർഷം. പക്ഷേ ഈ പല സിംഗേഴ്സിനും എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാസേട്ടനും MG ശ്രീകുമാറും ഇവരൊക്കെ പാടിയ പാട്ടല്ലാതെ ഞങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ അങ്ങനെ ആ പതിവൊക്കെ മാറ്റിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ പാടി ഹിറ്റാക്കി കഴിഞ്ഞപ്പോഴാണ്. കാരണം ഓഡിയൻസിന് ആവശ്യമാണ് ഈ പാട്ടുകളൊക്കെ. ഈ ഓഡിയൻസിന് ആവശ്യമുള്ള പാട്ട് എന്താണെങ്കിലും പാടിയേ തീരും. അങ്ങനെയുള്ളൊരു പാട്ട് പാടാനായിട്ട് ജയസൂര്യ ഏതായാലും ഭാഗ്യം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഇത്ര നാളായിട്ട് പാട്ടുകാരെന്ന് പറഞ്ഞിട്ട് പല പാട്ടുകാർക്കും കിട്ടാത്ത കാര്യമാണ് ആദ്യത്തെ ഒറ്റ പാട്ടിൽ കിട്ടാന്ന് പറയുന്നത്. ഞാൻ പാടാറുണ്ട് ആ പാട്ട്. ഞാൻ ജയസൂര്യയുടെ പ്രസൻസിൽ ആ പാടിയ ആള്, അത് അഭിനയിച്ച ആള് കൂടെ നിൽക്കുമ്പോ തന്നെ പാടുക എന്നുള്ളത് ഏറ്റവും വലിയ ശിക്ഷയാണ്. അല്ല എനിക്ക് ഒറ്റ കാര്യമുള്ള ഒരു റിക്വസ്റ്റ് ഉള്ള, അതിനേക്കാൾ നന്നായിട്ട് പാടരുത് പ്ലീസ്. അങ്ങനെയല്ല, നാദിർഷ പാടുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പാടിയത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു. എന്നാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. അതൊരു ജയസൂര്യക്ക് വേണ്ടിയിട്ട് നാദിർഷ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. ആനക്കിനിയാളാവാൻ ഒരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ. പണ്ട് തൊട്ടേ പന്തലുണ്ടേ പറഞ്ഞൊരുക്കിയ ചെണ്ടക്കാരും, ദൂരെയെല്ലാം നെഞ്ചകത്താണാരും കാണാ തൃശൂർ പൂരം. ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ. പൂരത്തിലെപ്പോഴും 1000 കാഴ്ചകൾ, ആലവട്ടം കുടകൾ, താളം താളം മേളം ആൾക്കൂട്ടം. എങ്കിലിപ്പൂരവും പുഞ്ചിരിപ്പൂക്കളെ തൊട്ടു വിളിച്ചുണർത്താൻ കൈകൾ നീട്ടും സുഗന്ധപൂരം. കൊണ്ടിരിയുണ്ടേ നിന്നിടം ചെന്നിടം പൂരം തീർക്കാൻ. അങ്ങനെ ആശിച്ചവൻ ആകാശത്തുന്നൊരാനെ കിട്ടി,
ആകാശവും കൂടെ പോന്നേ. ഒരു കാലത്ത് അമ്പലപ്പറമ്പുകളിൽ കാണികളെ അത്ഭുതങ്ങൾ കാട്ടി മുൾമുനയിൽ നിർത്തുകയും കോരിത്തെരിപ്പിക്കുകയും ചെയ്ത ബാലെ എന്ന കലാരൂപം പുരാണങ്ങളിലെ ഏടുകളിൽ നിന്നും ചീന്തിയെടുത്ത് ഭക്തിയുടെ രസം നിറച്ച് നടനചാരുതയുടെ ലാസ്യഭംഗിയും സംഗീതത്തിന്റെ താളവും ലയവും സമന്വയിപ്പിച്ച് കാഴ്ചക്കാരന്റെ സിരകളിൽ പുത്തൻ അനുഭൂതി നിറച്ച കലാസൃഷ്ടികൾ ബാലെ. നർമ്മത്തിന്റെ രസം തേടി നമ്മൾ എത്തി നിൽക്കുന്നത് ഒരമ്പലപ്പറമ്പിലെ ഉത്സവത്തിരക്കിനിടയിലെ ഒരു വേദിക്കരികിലാണ്. അമ്മേ ശരണം ദേവി ശരണം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നെറ്റിപ്പട്ടം കെട്ടി ആനകളുടെ മുമ്പിൽ നിന്നും ചിങ്കാരിമേളം ചെയ്യുന്ന പെണ്ണുങ്ങളുടെ ശ്രദ്ധയ്ക്ക് അതിൽ തിരമ്പേറ്റി നിൽക്കുന്ന ശങ്കരൻ ആനയ്ക്ക് അല്പം മതപ്പാടുണ്ട്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അമ്മേ ശരണം ദേവി ശരണം. തെക്കേപ്പാട്ട് ശാരദയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ചോറിൽ വെള്ളമൊഴിക്കരുത്. ഇവിടെ ചോറ് തന്നിട്ടില്ല, ഞാൻ ഉടനെ എത്തും. അമ്മേ ശരണം. എന്റെ ആശാന് കഴിഞ്ഞ തവണ ആണ്ടിപ്പള്ളിക്കാവ് വെടിക്കെട്ടിന് വെള്ളമടിച്ച് കാട്ടിക്കൂട്ടി തോന്നിയാസത്തിനെ തല്ലി മുഴുവൻ വാങ്ങിക്കൂട്ടി ഞാനാ. നീ എന്റെ ആരാ? ശിഷ്യൻ. അപ്പൊ ഞാൻ നിന്റെ ആരാ? ശിഷ്യൻ. അല്ല ആശാൻ. ആണല്ലോ. അപ്പൊ ആശാന് കിട്ടേണ്ട ആദരവ് നിനക്ക് കിട്ടി. അതൊരു ബഹുമതിയല്ലേ? എന്റെ പൊന്നാശാനെ, അങ്ങനെ ഒരു ബഹുമതി എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ വെള്ളമടിച്ച് ഓവറാവരെന്ന് പറഞ്ഞത്. ഓവറാവൂടാ. ഞാൻ ഓവറാകും. ഈ ആനപ്പാപ്പ ഗോവിന്റെ കാലുമടക്കി ഒരു അടിയന്നാട്ടല്ലോ. നീ ഉത്സവപ്പറമ്പ് കാണൂല്ലോ മോനെ. എന്നാ നീ തൊഴിക്കടാ തൊഴിക്കടാ. അയ്യോ, കുഞ്ഞിനോടല്ല, അവനോട്. ആ നിൽക്കുന്ന തൃപ്രയാർ കേശവനോട്. മിണ്ടിപ്പോകരുത്. പിന്നെ ഏടോ വെടി. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. കഴിഞ്ഞ കൊല്ലം ഇതേ ഉത്സവം, ഇതേ സ്ഥലം, കിടമ്പൊഴുന്നുള്ള ക്ഷീണിച്ച് നിൽക്കുന്ന എന്റെ കേശവൻ ഇങ്ങനെ നിൽക്കണം. ഞാനും കരയോഗം പ്രസിഡന്റും ഒരു ഫുള്ള് രണ്ടാക്കി ഇങ്ങനെ മിണ്ടരുത്. നീയോ അത് കിട്ടാത്ത ചൊരുക്കില് ഇങ്ങനെ നിൽക്കണം. നിന്നു കാണണം. നിന്നു. എന്നോടുള്ള കളിപ്പ് മൂത്ത് നീ എന്റെ കേശവന്റെ വാലിൽ മാലപ്പടക്കം കെട്ടി കത്തിച്ചിടടാ പാട്ടി. വിളിക്കുന്നു. മോനോടല്ല, വെടിയോടാ. കളി കൊണ്ട കേശവൻ കരയോഗം പ്രസിഡന്റ് കക്കൂസ് കുളിമുറി, കാർത്യായനിയുടെ കടമുറി. കടമുറി തുള്ളി തളർന്ന വെളിച്ചപ്പാടിനെ കാലോ വാരി ഒരൊറ്റേറെറിഞ്ഞിട്ട് വെളിവില്ലാതെയാണ് വെളിച്ചപ്പാട് 4 മാസം ഐസിയിൽ കിടന്നത്. അറിയാവോടാ വെടിക്കെട്ടുകാരാ? അപ്പോഴും ഞാൻ വെടിവെച്ചോണ്ടിരിക്കുവല്ലായിരുന്നു. ഞാൻ എങ്ങനെ അറിയാനാത്? നീ മിണ്ടരുത്. അതിലെനിക്ക് പോയത് എന്റെ വീടും പറമ്പും. അറിയാവോടാ കമ്പക്കെട്ടുകാരാ? അതിനെല്ലാം പകരം ചോദിക്കാതെ ഈ പാപ്പാൻ ഗോവിന്ദൻ അടങ്ങൂലടാ. മോനെ, ഈ അച്ഛനടാ പറയുന്നത്. നിനക്ക് വേണ്ടിയാണ് ഈ പപ്പ എല്ലാം ചോദിക്കണത്. പപ്പ കാട്ടിലേക്ക് പോയോ അതാന വീട്ടിലേക്ക് വന്നോ? Shut up, you are very loud. ഗോവിന്ദ, താനുടെ കഥ ആനയും കൊണ്ട് അങ്ങോട്ടേലാനേ എഴുന്നള്ളിപ്പിന് നേരായി. എന്നോടാ? അയ്യോ വരാവേ. അമ്പലം വിഴുങ്ങി പ്രസിഡന്റ് രാമൻപിള്ള വന്നത് നിന്റെ നല്ല നേരം. ഞാൻ തിരിച്ചു വരും. ഐ വിൽ കം ബാക്ക്. ഇവിടെ ഇട്ടുപ്പേ ധീരാരാധന. ദീപാരാധന. ആ സാധനത്തിലുള്ള 101 വെടി റെഡിയായോ? 4-5 വെടി റെഡിയായിട്ടുണ്ട്. എനിക്കറിയാം. 101 പറഞ്ഞാൽ 3-4 പൊട്ടും. ആ 4 റെഡിയാണെന്ന് പറഞ്ഞത്. നിന്നെയൊക്കെ വെടിവെക്കാൻ ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ഒരു കാര്യം, എന്റെ ഭാര്യ രസീതുമായിട്ട് വരും. അറിഞ്ഞോണ്ട് ഒരു 3 വെടി അങ്ങോട്ട് വച്ചേക്കണം, നല്ല ശബ്ദത്തില്. എപ്പ പൊട്ടിന്ന് വിചാരിച്ചാ മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഈ സീവേലി കഴിഞ്ഞിട്ട് താനെന്തിനാ ഇങ്ങനെ ചെണ്ടോട്ടി കൊണ്ട് നടക്കണേ? ഈ തിരക്കിനാണല്ലോ എന്റെ ഭാര്യ എവിടെയോ നിപ്പുണ്ട്. അവൾക്കുള്ള എന്റെ മുന്നറിയിപ്പാ. അമ്മേ ശരണം ദേവി ശരണം. കൃത്യം 10:30 തന്നെ പൂഞ്ഞാർ വിലാസിന് നിർത്തിയ കലാക്ഷേത്രയുടെ ലങ്കാദഹനം എന്ന നൃത്ത സംഗീത നാടക നാടകം ആരംഭിക്കുന്നതാണ്. സമയത്ത് തന്നെ അവരെത്തിയേക്കണേ. അമ്മേ ശരണം ദേവി ശരണം. വിലാസിന് നിർത്തിയതാ. ഇപ്പതേ വീണ്ടും പൊടിയും തട്ടി വരണുണ്ട്. ഞാൻ എത്തി. എന്തിനാ വിളിപ്പിച്ചത്? ദേവസ്വം പ്രസിഡന്റിന് ഭ്രാന്ത് അല്ലെന്നേ. ഞാനൊരു ഫുള്ള് വാങ്ങി. അതിൽ 6 പെഗ് ഞാൻ, 2 കേശവൻ.
ആനക്കോ? എന്താ ആന കുടിച്ച ഇറങ്ങൂല്ലേ? 4 എണ്ണം ആ അമ്പലം വിഴുങ്ങി പ്രസിഡന്റ് വിഴുങ്ങി. എന്നിട്ട് ഇനിയും ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചേ. ഞാൻ ആരാ മോൻ? ഞാൻ കൊടുക്കുവോ ആ പറഞ്ഞ പട്ടിക്ക്? വഴിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. എടോ ആനക്കാരൻ മദ്യപാനി തന്നോടാ പറഞ്ഞത് വഴിന്ന് അങ്ങോട്ട് മാറിക്കുക. എന്താ ഒരു വല്ലാത്ത മാറ്റം, അത് ഓപ്പിയാറുണ്ടേ. ശിവ ശിവ എടോ വെടിക്കെട്ടുകാരാ, തന്നോടും കൂടിയാ പറഞ്ഞത് അങ്ങോട്ട് മാറിക്കുക. അയ്യേ, ഒരു മദ്യ തിരുമേനി വന്നേക്കാം. പോണ പോക്ക് കണ്ടില്ലേ? ഇങ്ങനെ ഞാൻ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടെന്നേ. തിരുമേനിയെ പറ്റി വേണ്ടാതിനും പറയരുത് കേട്ടോ. തെളിവുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഞാനും പൂശാരിയും കൂടി ഒന്നിച്ചടിച്ച് കോണ്ടെറ്റി. പൂജാ സമയത്ത് പൂവെടുത്ത് കുലുക്കിയിട്ട് പകരം മണിയെടുത്ത് ഭഗവതിയുടെ വികൃത നേരെ ഒരു ഏറ്റേറ് കൊടുത്ത ആളാ പോയത്. ആ ആൾക്കാണ് ഓപ്പിയാറിനോട് പോച്ചാം. ഹായ്, വന്നല്ലോ വനമാല. അമ്മേ ശരണം, ദേവി ശരണം. പ്രതീക്ഷിക്കാതെ പോലെ തന്നെ ബാലെ സംഘം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യം 10:30 തന്നെ ബാല ആരംഭിക്കുന്നതാണ്. അമ്മേ ശരണം, ദേവി ശരണം. ഹലോ, നമ്മുടെ പട്ടാളക്കാരൻ ഗോപിയുടെ വീട് എവിടെയാ? പട്ടാളക്കാരൻ ഗോപി? അതേന്ന്, മിലിറ്ററിയിലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനില്ലേ? മിലിറ്ററി? ആ, മറ്റേ ഷാപ്പിന്റെ അടുത്തുള്ള ഷാപ്പ്. അതെ. ഓക്കേ, താങ്ക് യു. അല്ല ചേട്ടാ, അത് അങ്ങോട്ട് പോയിട്ട് ഷാപ്പ് മതി. അല്ല, പാടത്ത് കൂടി അങ്ങ് മതി ഷാപ്പ്. അപ്പൊ ഷാപ്പ് അറിയാൻ വേണ്ടിയാണ് ഇവൻ ചോദിച്ചത്. ഹലോ, നല്ല മുഖപരിചയം. ഞാനാണ് ലോക പ്രശസ്ത വെടിക്കെട്ടുകാരൻ ഇട്ടോപ്പ്. ഓ, കഴിഞ്ഞ വർഷം മാത്രമല്ല, അതിന് മുമ്പത്തെ വർഷവും നമ്മൾ ഷെയർ ഇട്ട് അടിച്ച് പിരിഞ്ഞതാ. എല്ലാം മറന്നു അല്ലേ? അതിനെന്താ, നമുക്ക് ഈ വർഷവും കൂടിയേക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഷെയർ തരും പരിപാടിക്ക് ശേഷം. പരിപാടി ആദ്യം ഇടവേള വരെ പോകും നോക്കട്ടെ. വർഷത്തിൽ ഒരു പരിപാടിയല്ലേ ഉള്ളൂ. ആളും തരം നോക്കി കളിക്കടാ. എടാ ഒന്ന് പോടേ. അമ്മേ ശരണം, ദേവി ശരണം. ചിങ്കാരി മേളക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പിൽ ഒരു മാറ്റം വരുത്തേണ്ടതാണ്. 2 സ്റ്റെപ്പ് മുന്നോട്ടും 4 സ്റ്റെപ്പ് പുറകോട്ടും പോകാതെ 2 സ്റ്റെപ്പ് പുറകോട്ടും 4 സ്റ്റെപ്പ് മുന്നോട്ടും വെക്കേണ്ടതാണ്. കാരണം ഉത്സവം ഇന്നാണ്. അമ്മേ ശരണം, ദേവി ശരണം. ബാല നടക്കുന്ന സ്റ്റേജിന്റെ വശത്തുള്ള ഗ്രീൻ റൂമിലേക്ക് അതിസാഹസികമായി വലിഞ്ഞു കയറി എത്തി നോക്കുന്ന ശശിയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ശശി, നിന്നെ എസ് ഐ ശ്രദ്ധിക്കുന്നുണ്ട്. അയ്യോ, എന്റെ നാട് ഓടിക്കേ. പൂഞ്ഞാർ വിലാസിന് നിർത്തിയ കലാക്ഷേത്രിയുടെ 17ാമത് നാടക കലോപകാരം ലങ്കാദഹനം. ലങ്കാദഹനം പോലും. കഴിഞ്ഞ വർഷം ഇതേ ബാലയുടെ പേര് രാമരാവണ യുദ്ധം. ഇനി അടുത്ത വർഷവും ഇതേ ബാലെ, ഇതേ ഹനുമാൻ, പേര് മാറും. പുഷ്പക വിമാനത്തിൽ എത്തിച്ചേരുന്ന ലങ്കേശ്വരൻ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഒന്ന് കണ്ണടച്ച കൂടെ പോരുന്നവളാണ് വെഞ്ഞാറുമൂട് സരള. പിന്നെ എന്തിനാ തട്ടിക്കൊണ്ടുപോണത്? ഒന്ന് വിസിലടിച്ചാ പോരേ. ഞാൻ ലങ്കേശ്വരനായ രാവണൻ. ഇതെന്റെ പുഷ്പക വിമാനം. സീതേ, ഞാൻ നിന്നെ അപഹരിക്കാൻ പോകുകയാണ്. അപഹരിക്കാൻ. എന്നെ അപമാനിക്കരുത്. എന്നെ അപഹരിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ അപഹരിക്കും. ഓ, അവിടെ ഹരിക്കോ ഗുണിക്കോ ഒക്കെ ചെയ്യുന്നുണ്ട്. ശിഷ്ടം ബാക്കിയുള്ളതിന് വല്ലതും കിട്ടുമോ ആവോ? നോക്കിയൊക്കെ നടക്കണ്ടടാ. അതെ, സമയമില്ല, പെട്ടെന്ന് വേണം. കുറച്ചുകൂടി. ആയിക്കോട്ടെ. അതെ, വായുപുത്രനുമായിട്ടായിരുന്നു അംഗം. അതാ വായു. രാവണൻ ചേട്ടാ, ഈ സീതാദേവിയായിട്ട് അഭിനയിക്കുന്ന ആ ചേച്ചിയുടെ പേരെന്താ? ഞാൻ അടിച്ചോണ്ട് വന്ന പെണ്ണാണോ? അതെ. അവിടെ പേരാണ് വെഞ്ഞാറമൂട് സരള. എന്നാ നോട്ടം ഉണ്ടോ? ഇല്ല. എടാ, ഈ ഹനുമാൻ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ കുറെ പ്രാവശ്യം തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാ. ബാലയിലോ? അല്ലെന്ന്, ലൈഫിൽ, എന്റെ ജീവിതത്തിൽ. അപ്പൊ ആർക്കു വേണേലും തട്ടിക്കൊണ്ട് പോകാവോ?
ആദ്യം നീ പടക്കം കെട്ടാൻ പഠിക്കുക. വെഞ്ഞാറമൂട് സരള കഴിഞ്ഞ ശിവരാത്രി അന്ന് ഡബിൾ ആയിരുന്നു. എന്ത് ബാലയാണോ അതോ? നോ 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 2 പൈന്റ്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് വരും വഴി പതിവ് പോലെ വണ്ടിയുടെ വെടി തീർന്നു. അത് നാട്ടുകാർ കാറ്റുകുത്തി വിട്ടതാവും. അല്ലെന്നേ, ഈ സരളെ വീട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഈ എന്നെയാണല്ലോ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നല്ലാതെ കൂരാ കൂരിരുട്ട്, കണ്ണി കുത്തിയാ പോലും അറിയില്ല. ദാ ഇങ്ങനെ ഞാനും സരളയും ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി ഒരേ നടത്തവാ. എന്നിട്ടെന്താ? ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ നല്ല മഴ, കൂട്ടിനിടിയും മിന്നലും. മുന്നിലൊരു പെട്ടിക്കട. അത് തട്ടിക്കട. ഞങ്ങൾ ആ പെട്ടിക്കടയിലേക്ക് കയറി. എന്നിട്ട് ബാക്കി പറ, നിങ്ങൾ പറ. അങ്ങനെ പെട്ടിക്കടയിലേക്ക് കയറി. ഇത് തന്നെയല്ലേ ആദ്യം പറഞ്ഞത്, ബാക്കി പറയാൻ. നനഞ്ഞീറനോടെ നിൽക്കുന്ന വെഞ്ഞാറമ്മൂട് സരള. എന്റെ കരളെ. പെട്ടെന്നൊരു ഇടിവെട്ടു. എന്റെ പിടിയും വെട്ടു. പെട്ടെന്നോ? മിന്നലിന്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു സരളയുടെ കണ്ണുകൾ എന്നെ ബാ ബാ എന്ന് വിളിക്കുന്നു. എന്നിട്ട് രംഗം 2. അശോകവനത്തിൽ ചിന്താവിഷ്ടയായ സീതയുടെ മുന്നിലേക്ക് രാവണൻ കടന്നു വരുന്നു. അയ്യോ, എന്റെ സീനായി, ഞാൻ പോയിട്ട് വരാവേ. ഇത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഇവിടെ ഒരു സീനാകും. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അത് അതിലും വലിയ സീനാകും. എന്റെ ഗതതാ. ആദ്യം കഥ, പിന്നീട് ഗഥ. പറയൂ. ഗഥ തന്നെങ്കിൽ കഥ നീ പറയണം. എന്റെ സീനാണ്, ഞാൻ കേറട്ടെന്നേ. ആദ്യം കഥ പറയടാ. അല്ലെ പറയുന്ന കേക്ക്. എന്റെ ബാലെന്ന് പറഞ്ഞു വിടുവന്നതാ. എടാ, ഞാൻ ഇവിടുത്തെ മുഴുവൻ വെടികിട്ടുകാരനാണ്. എന്റെ കഥ പറഞ്ഞിട്ട് നീ ശരിയാ മതി. കഥ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാമെന്ന്. ആദ്യം കഥ പറ. എന്താ പറഞ്ഞു വിടുവന്ന കഥ? ആദ്യം നീ കഥ പറ. എന്ത് കഷ്ടമായത്. രാവണേട്ടോ, അയ്യോ ഇവിടെ നിൽക്കാണോ? സീനായി വാ, ലങ്കലോട്ട് വാന്നേ, വാ വാ. വേറൊരുത്തി വിളിക്കണ. അതെ, ഇങ്ങോട്ട് നോക്കിയേ. സർലയുടെ കഥയും ഇപ്പൊ വന്നില്ലേ, ഇവിടെ കഥയും ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. എന്റെ ഗതതാ. എന്നാ നിന്റെ ഗത. അടുത്ത ജന്മമെങ്കിലും ഇവനെ പോലൊരു രാവണനായിട്ട് എനിക്ക് ജനിച്ചാ മതിയായിരുന്നു. ദൈവോ. അല്ലയോ സീതാദേവി, ഈ ഹനുമാൻ ആഗതനായി. ആശാൻ ഇവിടെ നിരാശനും. ആഞ്ജനേയ, നമ്മുടെ ഭഗവാന്റെ വാർത്തകൾ വല്ലതും? ഓ, ഈ രാവണന്റെ സീനൊന്ന് കഴിഞ്ഞ് കിട്ടിയാ മതിയായിരുന്നു. ആശാനെ, ആ ഹനുമാൻ മുട്ട മലയൊക്കെ ചുമക്കും. എന്നാ ആ സമയത്ത് ഈ സരളനെ ചുമന്ന് അപ്പുറത്തെത്തിച്ചായിരുന്നെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കാമായിരുന്നു. നമുക്ക് ബാക്കി കഥയും കേൾക്കാമായിരുന്നു. കുഞ്ഞ വിലാസിനി നൃത്തകലാലയത്തിന്റെ ലങ്കാദഹനം എന്ന ബാലയുടെ അവസാന രംഗത്തേക്ക് കടക്കുകയാണ്. രാവണനോടുള്ള കലിപ്പ് മൂത്ത ഹനുമാൻ വാലിൽ തീ കൊളുത്തി ലങ്ക കത്തിക്കാനൊരുങ്ങുന്നു. ശേഷം രംഗത്ത്. ആശാനെ, എന്താ മണ്ണേ, ഒരു ഉപകാരം ചെയ്യൂ. അടുത്ത സീൻ ലങ്കാദഹന. എന്റെ വാലിന് തീ ഒന്ന് കൊളുത്തി തരാമോ? വാ, നമുക്ക് വെടിക്കെട്ട് പോലെയൊക്കെ പോവാം. അവിടെ ആകുമ്പോ എല്ലാ സജ്ജീകരണവും ഉണ്ട്. വെടിക്ക് വെടിയായി, പുകയ്ക്ക് പുകയായി. നീ വാലിനീട്ട് വാ, ഞാൻ കത്തിക്കാം. അടുത്ത വർഷം മുതൽ ഞങ്ങൾ അവതരിപ്പിച്ചു വരുന്ന പുതിയ ബാലി കത്തിക്കരിഞ്ഞ ലങ്ക. എനിക്കറിയാൻ ലങ്ക ബാക്കിയില്ല.